ഹലോ എവ്രി വൺ, Q3 വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു തനി നാടൻ സ്റ്റൈലിലുള്ള ഒരു വെള്ളയപ്പമാണ്. വെള്ളയപ്പം, അപ്പം, പാലപ്പം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു വെള്ളപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഈ ഒരു കപ്പളവിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് മെഷർ ചെയ്ത് എടുക്കുന്നത്. നമ്മുടെ മെഷർമെൻറ്റ് കറക്റ്റായാൽ നമുക്ക് ഏത് സമയം ഉണ്ടാക്കിയാലും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം കിട്ടും. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുന്നത് ഒരു 3 കപ്പ് പച്ചരിയാണ്. അപ്പോൾ നമ്മൾ ഏത് കപ്പോ ഗ്ലാസ്സോ ഏതാണോ ഈ അളവ് എടുക്കുന്നത് ആ അളവ് തന്നെയാണ് അടുത്ത ഇൻഗ്രീഡിയൻസ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന അളവ് കറക്റ്റായാൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള വെള്ളപ്പം ചുട്ടെടുക്കാം. 3 കപ്പ് പച്ചരിയിലേക്ക് അത് നിൽക്കുന്ന അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമുക്ക് തലേന്ന് തന്നെ ഒരു വൈകുന്നേരം 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴേക്കും ഇതേപോലെ കുതിർത്ത് വെച്ച് രാത്രിയാണ് നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ടത്. അപ്പം ഞാൻ ഇത് നിൽക്കുന്ന അത്ര തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് സ്പൂണ് വെച്ചൊന്ന് ഇളക്കി കൊടുത്ത് അതിൻ്റെ ആദ്യം ഒന്ന് ആ ഒരു വെള്ളം കഴുകി ഒഴിവാക്കി നമുക്ക് നല്ലൊരു വെള്ളം ഇതേപോലെ തന്നെ ഇതേ ഒരു മെഷർമെൻറ്റ് തന്നെ ഒഴിച്ച് കൊടുത്ത് കുതിർക്കാനായിട്ട് വെക്കാം. അപ്പോൾ ആദ്യത്തെ വെള്ളത്തിൽ വല്ല ചളിയോ പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് കഴുകി ആ വെള്ളം ഒഴിവാക്കിയതിന് ശേഷം ആ സെയിം അളവിൽ വീണ്ടും വെള്ളം ഒഴിച്ച് ഒരു 5 മണിക്കൂറെങ്കിലും നമുക്കിത് കുതിർത്ത് വെക്കണം. സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഇതിന് ഒഴിക്കുന്നത്. അപ്പോൾ രാത്രി ഒരു 9 മണിക്കാണ് ഞാനിത് മിക്സിയിലിട്ട് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നന്നായി കഴുകി മാറ്റി ഒന്ന് രണ്ട് പ്രാവശ്യം കഴുകി മാറ്റി വെച്ച ആ പച്ചരിയാണിത്. നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻസ് എടുക്കാം. നമ്മളൊരു 3 കപ്പ് പച്ചരിക്ക് വേണ്ടത് നമ്മളെടുക്കുന്ന ആ കപ്പിൻ്റെ മെഷർമെൻറ്റിൻ്റെ പച്ചരിയുടെ സെയിം ഹാഫ് ആണ് നമുക്ക് മറ്റ് 2 ഇൻഗ്രീഡിയൻസും എടുക്കേണ്ടത്. ആ 3 കപ്പ് അരിയുടെ പകുതി, അതായത് 1.5 കപ്പ് നന്നായി ചിരകിയ തേങ്ങയാണ് ഇതിനായിട്ട് അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർക്കുന്നത്. അപ്പോൾ 1.5 കപ്പ് കറക്റ്റായിട്ട് നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1.5 കപ്പ് തന്നെ ചോറാണ്. അപ്പോൾ നമ്മൾ ഉച്ചക്ക് വെച്ച ചോറോ അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച ചോറോ നമുക്ക് ഇതിനായിട്ട് എടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തത് വെള്ളക്കുറുവയുടെ ചോറാണ്. നമുക്ക് പൊന്നിയുടെ ചോറും എടുക്കാം, അല്ലെങ്കിൽ ഇതേപോലത്തെ വൈറ്റ് റൈസിലുള്ള ഏതെങ്കിലും ചോറായാലും മതി. അപ്പോൾ നമുക്ക് ഈ ഒരു തേങ്ങയും ചോറും കൂടെ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് മിക്സറിൻ്റെ ഏറ്റവും വലിയ ജാറിലേക്ക് ആദ്യം പച്ചരിയിൽ നിന്ന് അതിൻ്റെ പകുതിയും പിന്നീട് നമ്മുടെ തേങ്ങയും ചോറിൻ്റെയും മിക്സിൻ്റെ പകുതിയും കൂടെ ഒരുമിച്ചാണ് അരയ്ക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അരച്ചെടുക്കുമ്പോൾ നന്നായിട്ടൊന്ന് കമ്പൈൻ ആവും. അപ്പോൾ നമുക്ക് അതേപോലെ ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഇട്ട് കൊടുത്ത ആ അരിയുടെയും തേങ്ങയുടെയും അതേ അളവിൽ നമുക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടിപ്പോയാൽ നമുക്ക് നന്നായി അരച്ചെടുക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ നന്നായി ഫൈനായി അരച്ച് കിട്ടാൻ നമുക്ക് ആ ഒരു സെയിം അളവിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് മിക്സിയിലിട്ട് നന്നാക്കി ഒന്ന് അരച്ചെടുക്കാം. അപ്പം ഞാനിവിടെ നന്നായി അരച്ച് വെച്ചിട്ടുണ്ട്. നല്ല മിക്സിയിലിട്ട് നന്നാക്കിയൊന്ന് നല്ല ഫൈനായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൈ വെച്ചാൽ ഒരു തരിയൊന്നും ഇല്ലാതെ അരച്ചെടുക്കണം. നമുക്കിതൊരു സ്റ്റീലിൻ്റെ ടംബ്ലറിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മൾ സ്റ്റീലിൻ്റെയോ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ ടംബ്ലറിലേക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്കൊന്നും ഇത് ഒഴിച്ചു കൊടുക്കരുത്. നന്നായി പുളിച്ച് വരാനും നല്ലൊരു ഫോമിലാവാനും വേണ്ടിയിട്ട് നമ്മൾ സ്റ്റീലിൻ്റെ പാത്രം യൂസ് ചെയ്യാം. ഇനി അടുത്ത ബാച്ച് ഇതേപോലെ ഇട്ട് കൊടുക്കാം. 2 ബാച്ചസ് ആയിട്ടാണ് 1.5 കപ്പ് അളവിൽ നമുക്ക് ഈ അരി എടുക്കുമ്പോൾ അടിക്കാനുണ്ടാവുക. അപ്പോൾ ബാക്കി മിക്സും കൂടെ അരച്ചെടുത്ത് നമ്മൾ ഈ സ്റ്റീലിൻ്റെ ടംബ്ലറിലേക്ക് തന്നെ നന്നായി അരച്ച് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു പാത്രം അടച്ച് വെച്ച് രാവിലെ എടുത്തു നോക്കാം. ഇതിന് കറക്റ്റായിട്ടുള്ള അടുപ്പ് തന്നെ വെക്കണം. നമുക്ക് ഓവർനൈറ്റ് വെച്ച് രാവിലെ ഇതിൻ്റെ കൺസിസ്റ്റൻസി കാണാം. പിറ്റേന്ന് രാവിലെ 7 മണിക്കാണ് നമ്മൾ അപ്പം ചുടാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ടതായിട്ടില്ല. അപ്പോൾ നമുക്കൊരു ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ അപ്പക്കാരം അഥവാ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായി ചൂടായ അപ്പച്ചട്ടിയിലേക്ക് നമുക്കൊരു തവി മാവ് ഒഴിച്ചു കൊടുക്കാം. നന്നായി അതിൻ്റെ സെൻറ്ററിലേക്ക് ഒഴിച്ചു കൊടുത്ത് നമ്മുടെ ഈ അപ്പച്ചട്ടിയുടെ ഹാൻഡിലൊന്ന് ജസ്റ്റ് ചുറ്റിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളിങ്ങനെ ചുറ്റിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സൈഡിലുള്ള മാവൊക്കെ ഇതേപോലെ ഇങ്ങനെ ഹോൾസായി വന്നിട്ടുണ്ട്. അതിനർത്ഥം നമ്മുടെ ഈ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററാണ് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. ഇനി അടച്ചു വെച്ച് ഒരു 1.5 മിനിറ്റ് വേവിച്ചെടുക്കാം.
നമ്മൾ മാവ് ഒഴിക്കുമ്പോൾ ലോ ഫ്ലെയിമിലും മാവ് ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് മീഡിയം ടു ഹൈ സ്പീഡിലുമാണ് നമ്മൾ ഫ്ലെയിം വെക്കേണ്ടത്. നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് നമുക്ക് അപ്പം ചുട്ടെടുക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ ഈ ഒരു റെസിപ്പി വളരെ ഈസിയാണ്, ഒട്ടും റിസ്ക് ഇല്ലാതെ ബിഗിനേഴ്സിന് പോലും, കുക്കിങ്ങിൽ ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് പോലും ഇത് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഈ ഒരു സമയം ഈ ഒരു മെഷർമെൻറ്റും കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് അഭിപ്രായം അറിയിക്കണം. ഈസ്റ്റ് ഒന്നും ചേർക്കാത്തതുകൊണ്ട് ഇതിനൊരു പുളി ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഒരു മടുപ്പില്ലാതെ നമുക്ക് എത്ര വെള്ളപ്പം വേണമെങ്കിലും കഴിക്കാം. നല്ല പൂ പോലെ വളരെ സോഫ്റ്റായിട്ടാണ് നമ്മുടെ അപ്പം കിട്ടിയിട്ടുള്ളത്. ഏത് കറിയുടെ കൂടെയും കഴിക്കാൻ ഈ ഒരു വെള്ളയപ്പം നമുക്ക് നല്ലൊരു കോമ്പിനേഷനാണ്. വെജിറ്റബിൾ കറിയുടെ കൂടെയോ അല്ലെങ്കിൽ നോൺ വെജ് കറിയുടെ കൂടെയോ നമുക്ക് ഈ ഒരു വെള്ളയപ്പം കഴിക്കാവുന്നതാണ്. ഇനി കറി ഇല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ച് കഴിച്ചാലും നല്ലൊരു ടേസ്റ്റിയാണ്. ഞാൻ ഈ വെള്ളപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ ഇന്നുണ്ടാക്കിയത് ചിക്കൻ സ്റ്റൂ ആണ്. ഈ ചിക്കൻ സ്റ്റൂവിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു 3 കപ്പ് അരിക്ക് നമുക്ക് 25ഓളം വെള്ളയപ്പം ചുട്ടെടുക്കാം. ഈ ഒരു റേഷ്യോയിൽ നമുക്ക് എത്ര വെള്ളപ്പം വേണമെങ്കിലും ചുട്ടെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഈ വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. Q3 വേൾഡ് എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.